ഇന്നത്തെ ക്ലാസ്സിൽ പറയണത് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ളതാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുന്നതിന് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണേക്ക് മുൻപ് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യണത്, അതിനെക്കുറിച്ചൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ച് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിട്ടാണ് പറയണത്. ഒരു പ്രൊജക്റ്റ് സർവീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്ക് മുൻപ് ഓൺട്രപ്രനർ എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് വിച്ച് കണ്ടെയ്ൻ റിലയബിൾ ഡാറ്റ റിഗാർഡിങ് എ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്തുണ്ടായിരിക്കണം? ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വാല്യുബിൾ ഇൻഫർമേഷൻസും അടങ്ങിയിരിക്കും. It serves as the best guide to the management and also explain the merits and demerits of utilizing specific goods and services for the production process. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാൻ പറ്റും, ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെന്തൊക്കെ മെറിറ്റുകളുണ്ട്, ഡീമെറിറ്റുകളുണ്ട്, ഓരോന്നിനും ഉപയോഗിക്കുന്ന ഗുഡ്സുകൾ ഏതൊക്കെയാണ്, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ട സർവീസസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അവർക്കൊരു ഗൈഡായിട്ട് എന്ത് വേണമെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഓഫ് ആക്ഷൻ, നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നതിനേക്ക് മുൻപ് അത് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കണം എന്ന് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു കുറിപ്പാണെന്ന് പറയുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മീനിങ് ആണ് പറയുന്നത്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അത് എങ്ങനെ നമ്മൾക്കത് ഭാവിയിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതിന് ഓൺട്രപ്രനർ അതിനെക്കുറിച്ചൊരു ഒരു രൂപരേഖ തയ്യാറാക്കുന്നതാണ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ഗൈഡ് ടു ദ ഓൺട്രപ്രനർ ഫോർ അച്ചീവിങ് ഹിസ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഓൺട്രപ്രനേഴ്സിന് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന ഒരു ഗൈഡായിട്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് അവർ കൺസിഡർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ക്യാൻ ബെസ്റ്റ് ബി ഡിഫൈൻഡ് ആസ് എ വെൽ ഇവോൾവ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിവൈസ്ഡ് ടു അച്ചീവ് ദ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്, വെൽ ഡിഫൈൻഡ് പ്രൊജക്റ്റാണത്, വെൽ ഡിഫൈൻഡ് റിപ്പോർട്ടായിട്ടാണ് പറയണത്. അതിൽ അവർ പ്രവർത്തിക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളതും എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് അവർക്ക് ആ പീരീഡിൻ്റെ ഉള്ളിൽ നേടിയെടുക്കേണ്ടത് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തതിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. A project report provides all the necessary information of the unit proposed to be set up. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് എനേബിൾ ദ ഓൺട്രപ്രനർ ടു നോ ഹൗ മച്ച് മണി, മാൻ പവർ ആൻഡ് മെറ്റീരിയൽ വുഡ് ബി റിക്വയർഡ് ടു സെറ്റ് അപ്പ് ദ പ്രൊജക്റ്റ്. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് എത്ര എമൗണ്ട് ആ പ്രൊജക്റ്റിന് വേണം, എത്ര മാൻ പവർ ലേബേഴ്സ് വേണം, മെറ്റീരിയൽ എത്രയൊക്കെ ആവശ്യം വരും എന്നുള്ളത് ആ നേരത്തെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അപ് ടു ഡേ ഓർഡർ ആയിട്ടായിരിക്കും അതെന്ത് ചെയ്താൽ പ്ലാൻ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് ഓരോന്നും വ്യക്തമായിട്ടതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിൽ നമ്മൾ ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഫിനാൻഷ്യൽ ബാങ്കുകളൊക്കെ എന്ത് ചോദിക്കാം, പ്രൊജക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് വേണം എന്ന് പറയും. അപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ച് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രൊജക്റ്റ് എത്രത്തോളം ബെനഫിറ്റ് ഉള്ളതാണെന്നുള്ളതും അതിനെത്ര കോസ്റ്റ് ചിലവാകും എന്നൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആ റിപ്പോർട്ട് വായിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺട്രപ്രനേഴ്സ് സംബന്ധിച്ചിട്ട് അവർ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ആണ് പറയണത്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിട്ടും അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ല, പല ഇക്കണോമി, സാമ്പത്തികമായിട്ടുള്ളതും ഫിനാൻസ്, സോഷ്യൽ ഡിസബിലിറ്റി, ഈ 3 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രാവർത്തികമാക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഇമ്പോർട്ടൻസ് 2 ആയിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓൺട്രപ്രനേഴ്സ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് ഗ്രാൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആ ലോൺ എന്നുള്ള ബാങ്കുകളായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. ഇവരൊക്കെ രണ്ടും ആണ് എന്ത് പറയുന്നത്, 2 രീതിയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഓൺട്രപ്രനേഴ്സിൻ്റെ സൈഡിലാണ് പറയുന്നത്. ഓൺട്രപ്രനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പറയണത്
പ്രൊഡക്റ്റിനെ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പറയണത് ടോട്ടൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഓപ്പറേഷണൽ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ കോസ്റ്റ് എന്താണ്, ഓപ്പറേഷണൽ കോസ്റ്റ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ടു എസ്റ്റിമേറ്റ് ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് പ്രപ്പോസൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തത് ടു എനേബിൾ ഹിം ഇൻ മിനിമൈസ് റിസ്ക് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൽ ഉണ്ടാകുന്ന റിസ്കുകൾ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ തയ്യാറാക്കണത്, അപ്പോൾ നമുക്കറിയാൻ പറ്റുക ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് റിസ്ക് കൂടുതലായിട്ട് വന്നത്, ഫിനാൻസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വന്നത് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ പറയണത് ടു എനേബിൾ ഹിം ടു ടേക്ക് എ ഫൈനൽ ഡിസിഷൻ ഓൺ വെദർ ടു പ്രൊസീഡ് വിത്ത് ഹിസ് പ്രൊപ്പോസ് പ്രൊജക്റ്റ് ഓർ നോട്ട്. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ആ പ്രൊപ്പോസൽ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേന്ന് വിലയിരുത്തുന്നതിനും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിനും പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ പറയണത് ടു സെർവ് ആസ് ഹിസ് മെയിൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ കൺവിൻസിങ് ദ ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഹിസ് വെഞ്ചർ. ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവിൻസ് ചെയ്യുന്നതിനും എന്ത് സഹായിക്കണം, പ്രൊജക്റ്റ് റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പറ്റും എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് കൃത്യമായി റിട്ടേൺ കിട്ടുമോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. ഏഴാമത്തത് ടു സെർവ് ആസ് എ ഗൈഡ് ടു മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇൻ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഓർ സർവീസസ്. എന്താണ് പറയണത്, മാനേജ്മെൻറ്റിന് ഒരു ഗൈഡായിട്ട് അതിൻ്റെ മെറിറ്റ് എന്താണ്, ഡിമെറിറ്റ് എന്താണെന്നുള്ളതും ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എട്ടാമത് ടു അനലൈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ പ്രപ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് പ്രപ്പോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് വിലയിരുത്തുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യേണ്ട, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു എനേബിൾ ദ ഓൺടർപ്രണർ ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ പ്രൊജക്റ്റ് ഈസ് സൗണ്ട് ഓൺ ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് പാരാമീറ്റേഴ്സ്. ദെൻ ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റിന് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എത്ര ടെക്നിക്കൽ ഫീസിബിളാണ്, കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യലായിട്ട് വയബിളാണ്, ഇക്കണോമിക്, ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട് അത് എത്രത്തോളം പ്രോഫിറ്റബിളാണ്, അത് എത്രത്തോളം നമ്മൾക്ക് ഈസി ആയിട്ടല്ല നമ്മൾക്ക് അഫോർഡബിളായ രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളതും ഓൺടർപ്രണേഴ്സിന് മനസ്സിലാക്കുന്നതിന് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ പോയിന്റ് പറയണത് ടു എനേബിൾ ഹിം ടു കമ്പയർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് സൂട്ടബിൾ പ്രൊജക്റ്റ്. കമ്പയർ ചെയ്യാം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്, എമൗണ്ട് വെച്ച് കോസ്റ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് കൊടുക്കുന്നത്. കോസ്റ്റും നോക്കും, നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ്, നമുക്ക് റിസോഴ്സ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണത്. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഓൺടർപ്രണേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ഇമ്പോർട്ടൻസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ 10 പോയിൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻസ് ആയിട്ട് ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ഓൺടർപ്രണേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ടിലെ ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമുക്ക് ക്രെഡിറ്റ് ഗ്രാൻഡിങ് എന്നാണ് പറയുന്നത്. ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും. അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നാണ് പറയണത്. 8 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പറയണത് ടു അവോയ്ഡ് വേസ്റ്റ് ഓഫ് ദ സ്കേഴ്സ് ഇൻവെസ്റ്റബിൾ ഫണ്ട്സ് ഓഫ് ദി നേഷൻ. എന്താണ്, നമ്മൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടല്ലാത്ത അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്ത പ്രൊജക്റ്റ് ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്കെയേഴ്സ് ഇൻവെസ്റ്റബിൾ ഫണ്ട്സ്, സ്കെയേഴ്സ് റിസോഴ്സുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്, അങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നതിന്. രണ്ടാമത്തത് ടു പ്രിവെൻറ്റ് ദ മിസ്യൂസ് ഓഫ് ഫണ്ട്സ് ബൈ ഫോൾസ് ഓൺടർപ്രണേഴ്സ്. ഫോൾസ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺടർപ്രണർ ആണെന്ന് അവരുടെ വ്യാജ്യമായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യണത്, ആ റിപ്പോർട്ടിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ പേരിൽ വായ്പ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. 3 ടു പ്രിവെൻറ്റ് ദ എമർജൻസി ഓഫ് ലാർജ് നമ്പർ ഓഫ് സിക്ക് യൂണിറ്റ്സ്. എന്താണ്, പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അതിന് വെറുതെ ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ല, അത് തുടങ്ങി വരുമ്പോഴേക്കും എന്താ നഷ്ടത്തിൽ പോകും, പിന്നെ അത് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രത്തോളം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്
ആര് ഹെൽപ്പ് ചെയ്യേണ്ടത്? ബാങ്ക്. ലോൺ എടുക്കുന്ന സ്ഥാപനങ്ങളും നോക്കും ആ പ്രൊജക്റ്റിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു പരിധിവരെ സിക്ക് യൂണിറ്റ്സിനെ ഇറൈസ് ചെയ്യുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4. ടു ടേക്ക് എ വൈസ് ഡിസിഷൻ ഓൺ ദ ആപ്ലിക്കേഷൻ ബൈ ദ ഓൺട്രപ്രനർ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് അതർ സപ്പോർട്ട്. ദെൻ ഓൺട്രപ്രനറെ സംബന്ധിച്ചിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മറ്റുള്ള സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഓൺട്രപ്രനേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വേണോ വേണ്ടതെന്ന് വെക്കുന്നതിന്. 5 പറയണത് ടു സേവ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ഹ്യൂജ് ലോസ് ഡ്യൂ ടു ഫിനാൻസിങ് ഓഫ് അൺപ്രോഫിറ്റബിൾ ആൻഡ് നൺ വയബിൾ പ്രൊജക്ട്സ്. ഇപ്പോൾ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരൊന്നും നോക്കാതെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യണത്, ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അടച്ചു പൂട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരൊന്നും ഫണ്ട് ശേഖരിക്കാൻ ലോൺ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ ഒഴിവാക്കുന്നതിനും പ്രൊജക്റ്റ് റിപ്പോർട്ടാണ് എന്തിനു സഹായിക്കണം? ബാങ്കുകളായാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയായാലും സഹായിക്കുന്നത്. അപ്പോൾ അത് പ്രൊജക്റ്റ് റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ട് മാറും, ആ പ്രൊജക്റ്റ് എത്രത്തോളം നല്ലതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അപ്പം തന്നെ അത് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. 6 ടു ടേക്ക് എ ഡിസിഷൻ റിഗാർഡിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു ബി പ്രൊവൈഡഡ്. ഇനി ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുത്താക്കണത് അവർക്ക് ഒന്നും കൂടി കൂടുതൽ എമൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് ഹെൽപ്പ് ചെയ്യും? പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ ഇപ്പം നമ്മളൊരു ക്യാഷ് ഇപ്പോൾ 10 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തരും? ബാങ്കുകൾ യാതൊരു മടിയുമില്ലാതെ തരാൻ ബില്ലിംഗ് ആയിരിക്കും. ടു അസർട്ടൈൻ ദ പോസിബിലിറ്റി ഓഫ് ജനറേഷൻ ഓഫ് ഫണ്ട്സ് ബൈ ദ പ്രൊജക്റ്റ് ഇറ്റ് സെൽഫ്. എന്താണ്? ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള അത് പ്രോഫിറ്റബിൾ ആണ്, റിട്ടേൺ പരമാവധി കിട്ടും ആ പ്രൊജക്റ്റിൽ നിന്നുണ്ടെങ്കിൽ അതെത്രത്തോളം ഉണ്ടെന്ന് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള സാധ്യതയും ആര് ഹെൽപ്പ് ചെയ്യുന്ന? പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ പറയണത് ടു ഡ്രോ എ കൺക്ലൂഷൻ ഓൺ ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദ ഫണ്ട്സ് ജനറേറ്റഡ് ടു റീപേ ദ എമൗണ്ട് ഓഫ് ലോൺ. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് കൺക്ലൂഷൻ എഴുതാം. അതായത് ലോൺ കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ, അത് എത്ര വേഗത്തിൽ അവർക്കത് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ? ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ റിപ്പോർട്ട് എഴുതുന്നതിനും പ്രൊജക്റ്റ് റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻസ് ആണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് ഉള്ളത്. ആർക്ക്? ഓൺട്രപ്രനേഴ്സിന് 10 പോയിൻറ്റ്സ് ഉണ്ട്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിൽ 8 പോയിൻറ്റ്സ് ആണ് എന്തായിട്ട് പറയുന്നത്? പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്.